കൂട്ടുകാരെല്ലാവരും കൂടി ഗോവയ്ക്ക് പോവുക. അവരെന്നെ വിളിച്ചു പോകാനായിട്ട്. ഞാൻ പറഞ്ഞു പാറുമില്ലാതെ ഞാൻ വരില്ലെന്ന്. കാശുള്ള വീട്ടിലെ ആൾക്കാരാ. മൈസൂറോ ഗോവയ്ക്കോ എവിടെ വേണമെങ്കിലും പൊയ്ക്കോട്ടെ. നമ്മളെ വയറ് മുറുക്കി കൊടുത്ത് ജീവിക്കുന്നവരാ. ഓരോ ദിവസവും ഉന്തിയും തള്ളിയും ജീവിക്കുന്നത് എങ്ങനെയാന്ന് എനിക്കറിയാം. എടാ അച്ഛനെന്തിയടാ? പോന്നു. കൂട്ടുകാരുടെ അടുത്തേക്ക് പോയേക്കുവാ. പോട്ടെ എവിടെയെങ്കിലും. പോണ പോക്ക് കണ്ടോ? കൂട്ടുകാരുടെ അടുത്തേക്കാ. ചെല്ലട്ടെ, എവിടെയെങ്കിലും പോയി ചെല്ലട്ടെ. പറഞ്ഞാലും കേൾക്കൂല. അമ്മ എന്തിനാ അച്ഛൻ ഗോവയ്ക്ക് പോണേന് തടസ്സം നിൽക്കുന്നത്? ഇപ്പൊ അച്ഛനെങ്ങും പോകണ്ട. വെറുതെ കൂട്ടും കൂടി കള്ളു കുടിക്കാൻ. അല്ലാന്തിനാ? കൂട്ടുകാരെല്ലാവരും പോകുമ്പോൾ അച്ഛന് സങ്കടമാവൂല്ലേ അമ്മേ? ഹലോ റജി, എന്താ പറയൂ? അതെ പാറു, നമ്മുടെ അപ്പു ഈ ക്ലബ്ബിൽ ഇരുന്ന് ഭയങ്കര കരച്ചിലാണല്ലോ. കരച്ചിലോ? ചോദിച്ചിട്ടൊന്നും പറയുന്നുമില്ല. ഞാൻ എന്തായാലും അവനെയും കൂട്ടി അങ്ങോട്ട് വരുവാ. ആയിക്കോട്ടെ, എന്ത് കാര്യം പറ പോട്ടാ. അവരെല്ലാവരും എന്നെ ഒത്തിരി ചീത്ത പറഞ്ഞ് കളിയാക്കി. എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ പെങ്കോന്തനാണെന്നും ഞാൻ നിന്റെ വാലെ തൂങ്ങി കിടക്കുവാണെന്നൊക്കെ അവർ പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും ഗോവയ്ക്ക് പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അവസാന നിമിഷം അപ്പു കാല് മാറി. വീട്ടിൽ ബുദ്ധിമുട്ടാണ്, ദാരിദ്ര്യമാണ് എന്നൊക്കെ പറയാൻ തുടങ്ങി. അപ്പൊ തങ്കച്ചൻ എന്നെ പിശുക്കാന്നും ദരിദ്രവാസിയും തെണ്ടി എന്നൊക്കെ വിളിച്ചപ്പം എന്റെ ഹൃദയം പൊട്ടിപ്പോയി. അതെ, അവനോട് പറ റേഷൻ കാർഡിലെ കാര്യം നോക്കിയാൽ മതി, അല്ലാതെ എന്റെ വീട്ടിൽ കയറി ഭരിക്കാൻ വരട്ടെന്ന്. തങ്കച്ചൻ ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞതല്ല. ആ സമയത്ത് ആരായാലും അങ്ങനെ പറഞ്ഞു പോകും. റെജി, തങ്കച്ചന്റെ വക്കാലത്തൊന്നും നീ ഇവിടെ വിളമ്പണ്ട. എനിക്കറിയാം അവനെ. പിന്നെ നിങ്ങൾ എല്ലാവരും കൂടി അപ്പോട്ടനെ ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും എന്റെ കൊക്കിന് ജീവനത്തോളം കാലം ഞാൻ സമ്മതിക്കില്ല. ടൂറ് പോകാൻ എത്ര രൂപ വേണം പറ, ഞാൻ തരാം. കാശ് ഇന്ന് വരും, നാളെ പോകും. അത് ഓർമ്മ വേണം. വേണ്ട പാറു, നീ ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് എങ്ങും പോകുന്നില്ല. എന്റെ കാര്യം അപ്പോട്ടം നോക്കണ്ട. ആരുടെ മുമ്പിലും തല കുനിക്കേണ്ട കാര്യം ദൈവം സഹായിച്ച് ഇന്ന് നമുക്കില്ല. ഇത്രയും നാളും നമ്മൾ അന്തസ്സോടെയാ ജീവിച്ചത്. ഇനിയും അങ്ങനെ തന്നെ ജീവിക്കും. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരു 15,000 രൂപ ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ട്. പോകാൻ നോക്കൂ. റിജി കിട്ടോടാ.